ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള നൈപുണ്യ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്ന് 4 കിലോമീറ്റർ മാറിയും അതുപോലെ തന്നെ നമ്മുടെ വിദ്യോദയ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. കാക്കനാടിനടുത്തുള്ള വിദ്യോദയ സ്കൂൾ അവിടെ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ കണ്ടു. ഒന്നും കൂടെ കണ്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടെ പറയാം. സീപോർട്ട് എയർപോർട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന നൈപുണ്യ സ്കൂളിൽ നിന്ന് 4 കിലോമീറ്റർ മാറിയും വിദ്യോദയ സ്കൂളിന് 1.5 കിലോമീറ്റർ അടുത്തുമായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്ക് ഇവിടുന്ന് നോക്കുവാണെങ്കിൽ വെറും 7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലുലു മോളിലേക്കൊക്കെ പോകണമെങ്കിൽ 10 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്ത് എത്താവുന്നതാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഭാരത് മാതാ കോളേജ്, സൺറൈസ് ഹോസ്പിറ്റൽ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇവിടേക്കൊക്കെ വെറും 10 മിനിറ്റ് താഴെ മാത്രമാണ് നമുക്ക് ട്രാവൽ വരുന്നത്. കുറച്ച് വ്യത്യസ്തതയോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. നിങ്ങൾ സാധാരണയായി കാണാറുള്ള ഡിസൈനുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം തന്നെ ഈ കാണുന്ന വീട്ടിൽ ചെയ്തിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറും 500 മീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വില്ലകൾ കാണാം. തൊട്ടടുത്തൊക്കെ ആയിട്ട് ധാരാളം നൈബേഴ്സിൽ നമുക്ക് അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഏരിയ തന്നെയാണ്. ഏകദേശം എല്ലാ വീടുകളിലും താമസമായതാണ് ഈ ഒരു വീടും. അതുകൂടാതെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടും കൂടെ നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഏത് വീടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് 6 വില്ലകളാണ് നമുക്കിവിടെ വരുന്നത്. അതിൽ ഈ ഒരു വഴി നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു വീടാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴി നോക്കിയാൽ അറിയാം, നല്ല വീതിയുള്ള വഴി തന്നെയാണ്. ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു, വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മതിലിൽ നിന്നൊക്കെ തന്നെ തുടങ്ങാം. മതിൽ നോക്കുവാണെങ്കിൽ നമ്മൾ അധികം ഒന്നും കാണാത്ത ഭംഗിയായ ഡിസൈൻ ആണ്. കുറച്ച് ബ്രിക്ക് മോഡലുള്ള വർക്കുകൾ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ CNC കട്ടിങ് പോലെ ആ ഒരു ലേസർ കട്ട് ഡിസൈനിലൊക്കെയാണ് GA പൈപ്പ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 ഗേറ്റുകൾ വരുന്നുണ്ട് ഈ വീടിന്. മെയിൻ ആയിട്ട് ഒരു വലിയ ഗേറ്റും ചെറിയ ഗേറ്റും. ചെറിയ ഗേറ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നടന്നു കയറേണ്ട ആവശ്യമുള്ളൂവെങ്കിൽ ഈ ഗേറ്റ് നമുക്ക് തുറന്നാൽ മതി. ഈ ഭാഗങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം, ബ്രിക്ക് മോഡലുള്ള വർക്ക് വരുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. മെയിൻ ഗേറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വളരെ വലിയൊരു എൻട്രൻസ് കൊടുത്തിട്ടാണ് നമുക്ക്, കാർ പോർച്ചാണ് ആക്ച്വലി ആ കാണുന്ന വലിയ എൻട്രൻസ്. അതിലൂടെയാണ് നമുക്ക് വാഹനങ്ങളൊക്കെ കയറ്റാൻ പറ്റുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിൽ നോക്കിയാൽ ഒരു സ്ക്വയർ പീസ് വന്നിട്ട് ആഷ് കളർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് ലേസർ കട്ട് ഡിസൈനിൽ ഒരു വൈറ്റ് കളർ നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ ടെക്സ്റ്റ് വർക്കുകൾ വരുന്നുണ്ട്, ബ്രിക്ക് മോഡലുള്ള വർക്കുകൾ വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ എൻട്രൻസ് ഞാൻ പറഞ്ഞിരുന്നു, നല്ല ഒരു ഗ്രേ കളർ പെയിന്റിലാണ് ആ ഒരു മെയിൻ എൻട്രൻസ് വരുന്നത്. അവിടെയും നല്ല ഭംഗിയായിട്ട് ഡിസൈനോട് കൂടിയ പെയിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ആയിട്ടുള്ള 2 ലാമ്പുകൾക്ക് പകരം ഇതുപോലുള്ള 2 ഭംഗിയുള്ള സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ എൻട്രൻസ് നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലാണ്. കാർ പോർച്ചിന്റെ റൂഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് ആയിട്ട് തന്നെ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലെല്ലാം ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലാൻഡ് അളവിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4.670 4.67 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ബിൽട്ടപ്പ് ഏരിയ നോക്കുവാണെങ്കിൽ 2533 സ്ക്വയർ ഫീറ്റും വരുന്നുണ്ട്. അപ്പൊ അത്രയും വലിയൊരു അളവിൽ തന്നെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4.6 സെന്റിൽ 2533 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഒരു വീടെന്ന് പറയുമ്പോൾ ലാവിഷ് സ്പേസ് ആണ് വീടിന്റെ അകത്തും പുറത്തും നമുക്ക് കിട്ടുന്നത്. നമ്മളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാറുകൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാർ ഡ്രൈവ് ചെയ്ത് ഈ ഒരു പോർച്ചിലേക്ക് കയറ്റാവുന്ന രീതിയിലാണ് കാർ പോർച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല വിഡ്ത്തും ലെങ്ത്തിലും ഒക്കെയാണ്. നമ്മുടെ 2 കാറുകളും സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വലിയ കാർ പോർച്ചിന്റെ അണ്ടറിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
വീടിനകത്തേക്ക് നമ്മൾ കയറിയിട്ട് നേരെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ലെഫ്റ്റ് സൈഡ് മാത്രമല്ല എല്ലാ സൈഡും കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് രാത്രി സമയത്തൊക്കെ ഇറങ്ങി നടക്കണമെങ്കിൽ എല്ലായിടത്തും മതിലിലൊക്കെ തന്നെ ചെറിയ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ വീടിന്റെ റൈറ്റ് സൈഡിലൂടെയാണ് പോകുന്നത്. ഇവിടെ ഒരു മാവ് നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് ഫ്രണ്ടിൽ തന്നെയായിട്ടൊരു മാവ് നിൽക്കുന്നുണ്ട്. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ആ മരം കളയാതെ തന്നെയാണ് അവർ അതിന്റെ സൈഡിലൂടെ വളരെ ഭംഗിയായിട്ട് വീട് പണിതിരിക്കുന്നത്. റൈറ്റ് സൈഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഹൈറ്റിൽ കെട്ടി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു ഈവനിങ് ടൈമിലൊക്കെ ഈ ഭാഗത്ത് ഇരിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡോറ് കാണാം. ആ ഡോറ് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ്. അത് വീടിന് അകത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാവുന്നതാണ്. 4.6 സെന്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ നല്ല ലാവിഷ് സ്പേസ് ആണ് വീടിന് ചുറ്റിനും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ വീടിന്റെ ബാക്ക് സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീടിന്റെ സറൗണ്ടിങ് ഏരിയസ്, കാർ പോർച്ച് ഉൾപ്പെടെയുള്ള എല്ലാ ഏരിയകളും ഇതുപോലെ ഭംഗിയുള്ള സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഏരിയ വന്ന് എൻഡ് ചെയ്യുന്നത് നമ്മുടെ വർക്ക് ഏരിയ സ്പേസിന്റെ ആ ഒരു ഭാഗത്തായിട്ടാണ്. വീടിന്റെ റൈറ്റ് സൈഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ലെഫ്റ്റ് സൈഡാണ് കാണാൻ പോകുന്നത്. കാർ പോർച്ച് ഉൾപ്പെടെയുള്ള സറൗണ്ടിങ് ഏരിയാസിന്റെ ഒക്കെ ഈ ഒരു ഫ്ലോർ നോക്കിയാൽ കാണാൻ ഭംഗിയായിട്ട് തന്നെയാണ് സ്റ്റോൺസ് വിരിച്ചിരിക്കുന്നത്. അത് കൂടാതെ ആ ഗ്രാസ് വിരിച്ചിരിക്കുന്ന മോഡൽ തന്നെ വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് KWയുടെ വാട്ടർ വെച്ചിരിക്കുന്ന മീറ്റർ കാണാം. ഈ വീട്ടിലേക്കുള്ള വാട്ടറിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് KWയുടെ വാട്ടർ കണക്ഷൻ ആണ്. നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് ആണ് ഇവിടെ താഴെയും മുകളിലൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നേരെ മുകളിലേക്ക് നോക്കിയാൽ കാണാം GA പൈപ്പ് കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിയിൽ മതിലിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റുകളും പിടിപ്പിച്ചിട്ടുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ഇവിടെ എല്ലാം തന്നെ നല്ല രീതിയിൽ വിഡ്ത്ത് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ആളുകൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ട് നോക്കിയാൽ കാണാം ഒരു പ്രത്യേക രീതിയിൽ തന്നെ കുറച്ച് ഹൈറ്റഡ് ആയിട്ട് തന്നെയാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിലുള്ള ഭംഗിയായ വലിയ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഗ്രാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. മുകളിൽ ഈ ഭാഗത്തായിട്ടൊരു സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. വീടിന്റെ ഈ ഒരു ഫ്രണ്ട് ഏരിയയുടെ വോള് കംപ്ലീറ്റ് ആയിട്ട് ഗ്രേ കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ നോക്കിക്കോളൂ, വളരെ ഭംഗിയായിട്ട് ഒറ്റപ്പാളിയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് വടക്കു ഭാഗത്തേക്കാണ്. ഇവിടുത്തെ വുഡിന്റെ മെയിൻ ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വിൻഡോസ് നോക്കുവാണെങ്കിൽ എല്ലാ വിൻഡോസും തന്നെ UPVC-യിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് ഞാനിപ്പോ നേരെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ നിങ്ങൾ ഫ്ലോർ തന്നെ ആദ്യം നോക്കിക്കോളൂ. വളരെ വലിയ ടൈപ്പ് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറാണ് ടൈലിന് വരുന്നത്. മാറ്റ് ഫിനിഷ് ആണെങ്കിൽ പോലും ഇടയ്ക്ക് ചില ഭാഗങ്ങളിൽ ചെറിയൊരു ഗ്ലോസി പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നല്ല അത്യാവശ്യം നല്ല ടൈല് തന്നെയാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. നമ്മൾ മെയിൻ ഡോർ തുറന്ന് വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഇവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ ഡോർ തുറന്ന ഉടനെ തന്നെയായിട്ടാണ് നമുക്ക് ഇവിടുത്തെ TV വെക്കാനുള്ള ആ ഒരു അറേഞ്ച്മെന്റ് കാണാൻ പറ്റുന്നത്. മൾട്ടി വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല PVC കോട്ടിംഗ് ഒക്കെ ഇട്ട് നല്ല ഗ്ലോസി ടൈപ്പ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഫ്ലോറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കളേഴ്സ് എല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ നോക്കിയാൽ കാണാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു PVC കോട്ടിംഗ്, PVC-യുടെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളർ തന്നെയാണ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് വലിയൊരു ബോർഡ് വന്നിട്ടാണെങ്കിൽ നമുക്ക് വൈറ്റ് കളറും TV വെക്കാനുള്ള യൂണിറ്റ് ഗ്രേ ഷെയ്ഡുമാണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ ധാരാളം കബോർഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് കോർണർ ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ഹാളിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എയർ സർക്കുലേഷനും നമുക്ക് വെളിച്ചവും ഒക്കെ വീടിനകത്തേക്ക് കിട്ടുന്നുണ്ട്. ഓരോ വിൻഡോസിന്റെ അകത്ത് നോക്കിയാലും കാണാം അത് നമുക്ക് ആ ഒരു വിൻഡോ ബേ നന്നായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോ ബേ കുറച്ച് തള്ളി പുറത്തേക്കാണ് പണിതിരിക്കുന്നത്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മൾട്ടി വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇരിക്കാനൊക്കെ ആ ഏരിയ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വെക്കാൻ യൂസ് ചെയ്യാം. ഓരോ വിൻഡോസിന്റെ അകത്ത് വന്നിട്ടും സ്പോട്ട് ലൈറ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ ഹാളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഏരിയ തുടങ്ങി കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ വരെ നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വലിയ ഒരു ഏരിയ ആണ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് കവർ ചെയ്യാം. പക്ഷെ ഇത് തന്നെയാണ് നല്ലൊരു സ്റ്റൈൽ. നമ്മൾ അധികം ഒന്നും കാണാത്ത ഒരു സ്റ്റൈലാണ്. നോർമലി നമ്മൾ കാണുന്ന എല്ലാ വീടുകൾക്കും സെയിം സ്റ്റൈൽ തന്നെയാണ്. അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ലിവിംഗ് സ്പേസ് കണ്ടു. നമുക്ക് ഡൈനിങ്ങിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയ ഈ ഒരു ഭാഗത്താണ്. വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു വീടിന്റെ ഇന്റീരിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ലിവിംഗ് സ്പേസ് നിങ്ങൾ കണ്ടു. ഡൈനിങ്ങിൽ നമുക്ക് ഈ ഭാഗത്തും സ്പേസ് കിട്ടുന്നുണ്ട്, ഇവിടെയും സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ട് ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഡൈനിങ് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് ഡൈനിങ് ഏരിയയിൽ കിട്ടുന്നത്. വളരെ വലിയൊരു ഏരിയ തന്നെയാണ് ലിവിങ്ങിനും ഡൈനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
നമ്മൾ കടന്നു വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് ചെയ്തിരിക്കുന്നത് കാണാം. അതിനടുത്തായിട്ട് ഇവിടെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ആ ഒരു സ്റ്റെപ്പുകളൊക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ബേസ്ഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ തൽക്കാലം അതിനകത്തുള്ള ഒരു ഷീറ്റ് മാറ്റാത്തതുകൊണ്ടാണ്, കർട്ടൻസ് മാറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്. ഇത് വുഡൻ ആയിട്ട് തന്നെയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഫ്രെയിംസ് എല്ലാം വന്നിട്ട് നമ്മളുടെ GS സ്ക്വയർ ട്യൂബിലുമാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ തൽക്കാലം ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്തെടുക്കാം. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഒരു ഏരിയ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകൾ വളരെ സ്റ്റാൻഡേർഡും സ്റ്റൈലിഷും ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് ഈ രീതിയിലുള്ള അറേഞ്ച്മെന്റോട് കൂടി സ്റ്റെപ്പുകൾ ചെയ്യുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഈ ഒരു ഭാഗം കണ്ടു. ഇവിടെ നിന്ന് നമുക്കൊരു ഡോർ ഉണ്ട്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്കാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഏരിയ കണ്ടിരുന്നതാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് ഡൈനിങ്ങിലേക്കുള്ള ഒരു എൻട്രൻസ് ഉണ്ടെന്നുള്ളത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ലിവിംഗ് സ്പേസിലേക്ക് കടന്നു വന്നത് തുടങ്ങി മുകളിലുള്ള റൂഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചണിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അതിനടുത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയ നിങ്ങൾ നോക്കിക്കോളൂ, വളരെ വലിയൊരു ഏരിയ ആണ് വാഷ് ഏരിയക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സാനിറ്ററി എക്യുപ്മെന്റ്സ്, പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജാഗ്വാറിലാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൽ വെച്ചിരിക്കുന്നതിന്റെ താഴെയുള്ള ഭാഗത്ത് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നേരെ ആ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനിലാണ് പെയിന്റിങ് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ കിച്ചൺ കണ്ടതിന് ശേഷം ബെഡ്റൂം കാണാം. കിച്ചൺ നോക്കിക്കോളൂ, കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ആയിട്ടാണ് വരുന്നത്. കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ഒരു ബ്ലൂ പെയിന്റ് വരുന്നുണ്ട്. വലിയ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഇതിന്റെ അകത്തെല്ലാം തന്നെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ ആണ് വരുന്നത്. മുകൾ ഭാഗത്തുള്ളൊരു ലെയർ മാത്രം വുഡൻ കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടും സ്റ്റൈലിഷ് ആയിട്ടുമാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡുകൾ നമുക്ക് മുകളിലും താഴെയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. പ്യൂർ ഫ്ലെയിംസിന്റെ ഒരു ചിമ്മിണി കൂടി അതിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. കിച്ചണിലാണെങ്കിൽ UPVC വിൻഡോസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ സ്ലാബ് എല്ലാം വന്നിട്ട് വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈപ്പ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് കാണാം. ജാഗ്വാറിന്റെ തന്നെയാണ് പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലുള്ള കിച്ചൺ ക്യാബിനറ്റ്സിന്റെ താഴെയൂടെ എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകൾ ഇട്ടിരിക്കുന്നത്. കിച്ചണിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ എൻട്രൻസിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് ചെറിയ രീതിയിലുള്ള ഡിസൈനുകളും ഭംഗിയായിട്ടുള്ള ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നമ്മുടെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ കുറച്ച് സാധനങ്ങളാണ് തൽക്കാലം ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. വർക്ക് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സിങ്ക് പൈപ്പ് കണക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ അവിടെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ വാഷ് ബേസിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ താഴത്തെ ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്, വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് സ്ലൈഡിംഗ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന വിൻഡോസ് ഈ ഭാഗത്താണ് തന്നിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ബാത്റൂമിന്റെ ഡോറിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടൈല് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് ഗ്രേ കളറാണ്. ഇടയ്ക്ക് ചില പോർഷൻസിൽ മാത്രം വൈറ്റ് കളറും കുറച്ച് വുഡൻ വർക്കുകളും വരുന്നുണ്ട്. ജാഗ്വാറിന്റെയാണ് ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടും ഭംഗിയായിട്ടുമാണ് ബാത്റൂമിനകത്തുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും തെറിച്ച് പുറത്തേക്ക് വരില്ല. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണ്. ആ സമയത്ത് ആ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഓപ്പണിംഗ് കാണാം. അവിടെ ആയിട്ടൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വന്ന് ഇതിന് ഫസ്റ്റ് ഒരു പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. അതിന് ജസ്റ്റ് ഹാൻഡ് റൈൽസ് മാത്രമാണ് നമുക്ക് ഇനി കവർ ചെയ്യാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയൊരു സോഫ സെറ്റ് ചെയ്തിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യാനോ ഒക്കെ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആയിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതിന്റെ മുകളിൽ നമുക്ക് ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയയുടെ നേരെ ടോപ്പിലേക്ക് നോക്കിയാൽ കാണാം ആവശ്യത്തിന് മാത്രം കുറച്ച് മൾട്ടിവുഡിന്റെ വർക്കുകൾ, അവർ പാനലിംഗ് വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മാത്രം ഭംഗിയുള്ള സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്.
സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗം നിങ്ങൾ കണ്ടിരുന്നു കുറച്ച് ഡീപ്പായിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വരുന്നത് ഇവിടുത്തെ ആ ഒരു ഹാളിലേക്കാണ്. നമുക്ക് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ഇവിടുത്തെ ഒരു ഹാള് കിട്ടുന്നത്. ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ട് TV യൂണിറ്റ് ഒക്കെ വെക്കാനായിട്ട് ഈ വോൾ അല്ലെങ്കിൽ ഈ വോൾ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടിടത്ത് നമുക്ക് പവർ പോയിന്റിന്റെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ റൂഫിൽ നോക്കിയാലും കാണാം മിഡിൽ പോർഷനിൽ മാത്രം ഒരു ചെറിയ പാനലിംഗ് വർക്ക് കൊടുത്തിട്ട് അതിനകത്ത് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 3 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ കടന്നു വന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ 1ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഡോർ വന്നിട്ട് ഇങ്ങനെ UPVC സ്ലൈഡിംഗ് ഡോർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 14-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന് ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ആ ഡോർ നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനകത്ത് നിറയെ വാർഡ്രോബുകളാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് വാർഡ്രോബുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടി തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിലൊക്കെ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയും നമുക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഈ ഒരു എൻട്രൻസ് കൂടാതെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ചെറിയൊരു വിൻഡോ കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഈ റൂമിൽ ബാക്ക് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെയായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള കുറച്ച് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ട സെയിം ഡോറിന്റെ പാറ്റേൺ തന്നെയാണ് ഇവിടെയും വരുന്നത്. ബാത്റൂമിനകത്തൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗ്രേ കളറാണ് ടൈല് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ഈ ഒരു വീട്ടിലെല്ലാം തന്നെ കാണാൻ പറ്റുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കണ്ടു. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ലൈഡിംഗ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയുടെ ഹാൻഡിൽസ് മാത്രമാണ് നമുക്കിത് കവർ ചെയ്യാനുള്ളത്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകൾ ഭാഗത്തൊക്കെ ചെറിയ 2 സ്പോട്ട് ലൈറ്റുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ചുറ്റിലുള്ള വീടുകളൊക്കെ നമുക്ക് കാണാം. എല്ലാ വീടുകളിലും ആളുകൾ താമസമായതാണ്. നമ്മളുടെ ഈ ഒരു വീടും അതുകൂടാതെ കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ മറ്റൊരു വീടും 3 ബെഡ്റൂമിന്റെ ഒരു വീടും കൂടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ മാർബിൾ ഹോംസിനെ തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇവിടുത്തെ 3ഉം 4ഉം ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. നമുക്ക് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം തന്നെയാണ്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ 2 ചെറിയ സ്ലൈഡിംഗ് വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ സെയിം മെറ്റീരിയൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ പ്രത്യേകിച്ച് കാര്യമായ വർക്കുകളൊന്നുമില്ല. ബോർഡർ ലൈൻസ് മാത്രം കുറച്ച് പ്രൊജക്ഷൻ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സെയിം പാറ്റേൺ തന്നെയാണ് ഡോറുകളൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിലും താഴെ കണ്ടതുപോലെ സെയിം പാറ്റേൺ ആണ്. ഗ്രേ കളറാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ സെയിം തന്നെയാണ്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. ഈ ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നിറയെ വിൻഡോസ് ആണ് ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെങ്കിൽ ഒരു പോർഷൻ മാത്രം കുറച്ച് പ്രൊജക്ഷൻ വെച്ചിട്ട് അവിടെ LED ലൈറ്റ് ഫിറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 4ാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഗ്രേ കളർ തന്നെയാണ് ഇവിടെയും ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് തുറക്കുന്ന ഡോറ് നേരെ മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ളതാണ്. സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ടത് ഈ ഒരു വീടാണ്. വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. വീട് സ്ഥിതി ചെയ്യുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള നൈപുണ്യ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്ന് 4 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അതുപോലെ തന്നെ കാക്കനാടിനടുത്തുള്ള വിദ്യോദയ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്ക് വിദ്യോദയ സ്കൂളിൽ നിന്നുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് വെറും 30 മിനിറ്റും മാത്രമാണ് ട്രാവൽ ഡിസ്റ്റൻസ് വരുന്നത്. ഭാരതമാതാ കോളേജ്, സൺറൈസ് മെഡിക്കൽ കോളേജ് ഇവിടേക്കെല്ലാം വെറും 10 മിനിറ്റിൽ താഴെ മാത്രമാണ് നമുക്ക് ട്രാവൽ വരുന്നത്. വളരെ ഭംഗിയായിട്ട് നമ്മൾ അധികം ഒന്നും കാണാത്ത കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇത് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ടത്. ഈ കാണുന്ന വീടിന്റെ ലാൻഡ് ഏരിയ നോക്കുവാണെങ്കിൽ 4.67
4.67 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയ നോക്കുവാണെങ്കിൽ 2533 ആണ്. 2533 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഒരു ബെഡ്റൂം താഴെയും 3 ബെഡ്റൂമുകളും മുകളിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ഒക്കെ UPVC ആണ്. നല്ല ഭംഗിയായിട്ട് വളരെ വലിയ വൈഡ് ഏരിയയിലാണ് വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. 2 കാറുകൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. 2 വീലേഴ്സ് വെക്കാനായിട്ട് വേറെ ധാരാളം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,40,00,000 രൂപയാണ്. 1.40 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ലോൺ ബേസിൽ ഈ ഒരു വീട് സ്വന്തമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതേ പ്രൊജക്റ്റിൽ തന്നെ റേറ്റ് കുറഞ്ഞ 80 ലക്ഷം നെഗോഷ്യബിൾ പ്രൈസിൽ ഒരു 3 BHK വീട് കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും തീർച്ചയായിട്ടും മാർബിൾ ഹോംസിനെ തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ കാണാത്തൊരു മോഡൽ തന്നെയാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടം തോന്നുന്ന വീടാണ്. ആർക്കും ഒന്ന് സ്വന്തമാക്കാൻ തോന്നിപ്പോകുന്ന വീട് കൂടെയാണ്. ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.